സുന്ദരമൂർത്തി സ്വാമികളുടെ തിരുത്തൊണ്ടത്തുക എന്ന കൃതിയിൽ അങ്ങേയറ്റത്തെ ശിവഭക്തനായ ഒരു വണിക്കിനെക്കുറിച്ച് രണ്ടുവരി കവിതകളുണ്ട്. ആ കവിത ഇതാണ്: ശ്രീകണ്ഠ ഭക്തന്മാർക്ക് സർവവും നിസ്സന്ദേഹം നൽകിയിടും ഇയർപ്പക സ്വാമികൾക്ക് അടിമ ഞാൻ. ഇയർപ്പകൈ എന്ന സ്വാമിയുടെ അടിമയാണ് ഞാൻ എന്നാണ് സുന്ദരമൂർത്തി സ്വാമികൾ പറയുന്നത്. ഇയർപ്പകൈ സ്വാമിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ശ്രീകണ്ഠ ഭക്തന്മാർക്ക് സർവവും നിസ്സന്ദേഹം നൽകിയിടുന്ന ഭക്തനാണ്. ആ ഭക്തൻ്റെ കഥയാണ് ചേക്കിഴാർ ഇനി വർണ്ണിക്കാൻ പോകുന്നത്. ഇയർപ്പകൈ നായനാർ. ഇയർപ്പകൈ നായനാർ ഒരു വൈശ്യ സമുദായത്തിൽപ്പെട്ട ഒരു കച്ചവടക്കാരനാണ്, രത്നവ്യാപാരിയാണ്. രത്നങ്ങളൊക്കെ വിറ്റ് ഒരുപാട് ധനം ഇയാൾ സമ്പാദിച്ചിരുന്നു. ഈ ധനം മുഴുവനും, ഈ സമ്പത്ത് മുഴുവനും എല്ലാ ശിവഭക്തന്മാരെ, ഏതൊരു ശിവഭക്തനാണോ വേദനയോടെ ദുഃഖത്തോടെ ശിവഭക്തിയോടെ വന്ന് ചോദിക്കുന്നത്, അവർക്ക് ചോദിക്കുന്നത് എന്തും ദാനം ചെയ്യുമായിരുന്നു ഈ വണിക് ശ്രേഷ്ഠൻ. ശിവഭക്തന്മാരോട് അത്രയേറെ പ്രീതിയായിരുന്നു ഇയർപ്പകൈ നായനാർക്ക്. ആ ഇയർപ്പകയുടെ കഥ വിവരിക്കുന്നതിന് മുമ്പ് ജ്ഞാനകർമ്മ യോഗങ്ങളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ജ്ഞാനയോഗം ഏറ്റവും ശ്രേഷ്ഠമായ ശിവപദ പ്രാപ്തിക്കുതകുന്നത് ജ്ഞാനമാണ്. ജ്ഞാനി അജ്ഞാനത്തെ മാറ്റി ജ്ഞാനം സമ്പാദിച്ച് ജ്ഞാനമാർഗത്തിലൂടെ ഒരാൾക്ക് ശിവനെ പ്രാപിക്കാൻ കഴിയും. ഇത് ഉന്നതമായ ഒരു ശിവമുക്തി മാർഗമാണ്. പിന്നെ കർമ്മമാർഗത്തിലൂടെ ഒരാൾക്ക് ഇതേപോലെ കർമ്മം ചെയ്യുന്നത്, ശിവനായിക്കൊണ്ട് കർമ്മം ചെയ്ത് ശിവസേവയാണെന്ന് കരുതി എല്ലാ കർമ്മങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന നിഷ്കാമിയായ ഒരു കർമ്മയോഗിക്ക് പെട്ടെന്ന് ശിവസാമ്രാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും, മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമാണ് ഭക്തിയോഗം. ജ്ഞാനവും കർമ്മവും ഒന്നുമില്ലെങ്കിലും ജ്ഞാനമാർഗത്തിലൂടെയോ കർമ്മമാർഗത്തിലൂടെയോ സഞ്ചരിക്കാതെ തന്നെ ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് തന്നെ ഒരാൾക്ക് എളുപ്പത്തിൽ ശിവപ്രീതി നേടാനും ശിവലോകം പ്രാപിക്കാനും മുക്തി നേടാനും കഴിയും. ഇതാ നോക്കൂ, നമുക്ക് നോക്കാം. ശിവപ്രീതി നേടാൻ എളുപ്പമായ മാർഗം ശിവഭക്തിയാണ്. തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ പോലും ശിവഭക്തന്മാർക്കായി ത്യജിക്കാൻ തയ്യാറായാൽ ഏതു മനുഷ്യനും പെട്ടെന്ന് മുക്തി നേടാൻ കഴിയും. ഭക്തസേവ ചെയ്തു മാത്രം ബന്ധങ്ങളിൽ നിന്ന് മുക്തരായി ശംഭുവിൻ്റെ അനുഗ്രഹത്താൽ മോക്ഷം ലഭിച്ച അനേകം ഭക്തന്മാരുണ്ട്. തീർത്ഥാടനം, യാഗം, തപസ്, വ്രതാനുഷ്ഠാനം, മന്ത്രതന്ത്ര ഉപാസന, വേദാഗമ നിർദ്ദിഷ്ട കർമാനുഷ്ഠാനം ഇവ കൊണ്ട് എങ്ങനെയാണോ ജഗന്നാഥനായ ശിവനെ പ്രീതനാക്കുന്നത്, അതുപോലെ തന്നെ ഭക്തജനങ്ങളിൽ ഭക്തിയുള്ളവരിലും ശിവൻ പെട്ടെന്ന് പ്രീതനായിത്തീരും. ഈ കഥ വിവരിക്കുന്നതാണ് ഇയർപ്പകൈ നായനാരുടെ കഥ. ദക്ഷിണ ഭാരതത്തിൽ കാവേരി എന്ന് പറഞ്ഞ നദി, ശ്രേഷ്ഠമായ നദിയുണ്ട്. കാവേരി സംഗമം എന്നും പൂമ്പുകാർ എന്നും കാവേരി പൂമ്പട്ടിനം എന്നും അറിയപ്പെട്ടിരുന്ന പുരാതന ചോഴ തലസ്ഥാനത്തിൽ ഇയർപ്പകൈ എന്നു പേരുള്ള ഒരു വണിക പ്രമാണി വസിച്ചിരുന്നു. ശിവ സമ്പ്രദായത്തിൽ അടിയുറച്ച വിശ്വാസവും ശിവഭക്തന്മാർക്ക് ദാനശീലവും ജീവിത പ്രമാണമായിരുന്ന അദ്ദേഹത്തെ പരീക്ഷിക്കുവാനും ഗുണഗണങ്ങൾ ലോകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുമായി പരമശിവൻ ധൂർത്തവേഷം ധരിച്ച് ശിവഭക്തനെന്ന് നടിച്ച് ഒരു ദിവസം ഈ വണിക് ശ്രേഷ്ഠൻ്റെ സമീപത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇയർപ്പകയ താഴ്മയോടെ സ്വീകരിച്ച് എന്താണ് ഇച്ഛയെന്ന് ഈ
ബ്രാഹ്മണനോട് ചോദിച്ചു, ശിവഭക്തന്മാർ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നവനാണ് നീ എന്ന് കേട്ട് വന്നതാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് എന്തായാലും തരാമെന്ന് എനിക്ക് വാക്ക് തരിക, എന്നാൽ ഞാൻ എൻ്റെ ആവശ്യം പറയാം. ഉടനെ തന്നെ ഈർപ്പകൈ പറഞ്ഞു, അതിൽ ഒട്ടും അങ്ങ് സംശയിക്കേണ്ട, അങ്ങ് എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ തന്നിരിക്കും. ഇത് ഒരു ശിവഭക്തൻ്റെ വാക്കുകളാണ്. ആ വാക്കുകൾ ഒരിക്കലും ശിവഭക്തൻ തെറ്റിക്കുകയില്ല. എൻ്റെ വാക്കുകൾ അങ്ങക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, നിൻ്റെ പ്രേമഭാജനമായ പത്നിയെ എനിക്ക് തരണമെന്ന് ഈ ബ്രാഹ്മണൻ പറഞ്ഞു. ആ ആവശ്യം എനിക്ക് സ്വന്തമായത് ചോദിക്കുവാനുള്ള എൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങ് തന്നത്, എൻ്റെ സ്വന്തമായ ഭാര്യയെ ഞാൻ അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. ഈ വിവരം തൻ്റെ ധർമ്മധാരങ്ങളെ അറിയിച്ചപ്പോൾ അവളും താങ്കൾ ചെയ്ത സത്യം നിറവേറ്റുവാനുള്ളത് എന്തായാലും ഞാൻ ചെയ്യാമെന്ന ആ പതിവ്രതയായ ഭാര്യയും പറഞ്ഞു. ആ വണിക് ശ്രേഷ്ഠൻ ഭാര്യയുടെ അടുത്ത് നിന്ന് തിരിച്ച് ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇന്ദുനീരന കരുൾ ചെയ്തതു വയൽ എൻ്റുയിർക്കൊരു നാഥ നീറുരൈത്ത തൊണ്ടനാൻ ചെയ്യും അത്തനെയല്ലാൽ ഇരുമൈ വേറുള്ളതാവോ എനക്ക് എന്തുതൻ പെരുങ്കണവരെ വണങ്ങ് താഴ്ത്തു തൊണ്ടനാർതാം എതിർവണങ്കച്ച് ചെണ്ടമാധവൻ ചേവടി പണിതുണ്ട് തികയ്ത്തു നിന്റനാ തിരുവിനും പെരിയാൾ എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണന് വാക്ക് കൊടുത്തിരിക്കുന്നു. ഇപ്രകാരം അതിഥിയെ അറിയിച്ചപ്പോൾ അതിലും കടന്ന് നിൻ്റെ ബന്ധുക്കൾ ഇതിനെ എതിർക്കുമെന്ന് തീർച്ചയാണ്, അതുകൊണ്ട് ഈ നഗരം വിട്ടു പോകുന്നവരെ ഞങ്ങളെ അനുഗമിച്ച് അവരുടെ ശക്തിയെ തടയണം എന്നുകൂടി ആവശ്യപ്പെട്ടു. ഇതും വണിക് ശ്രേഷ്ഠൻ ചെയ്തു കൊടുക്കാമെന്നേറ്റു. ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് വാളും എടുത്തുകൊണ്ട് ഈ ബ്രാഹ്മണൻ്റെയും തൻ നൽകിയ ഭാര്യയുടെയും പുറകെ പോയി. രോഷാകുലരായ ബന്ധുജനങ്ങൾ ഈ വിവരമറിയുന്നു. എന്നിട്ട് അവർ എല്ലാവരെയും കൂട്ടി എതിർക്കുന്നു. അങ്ങനെ എതിർത്തപ്പോഴാണ് ഈ വണിക് ശ്രേഷ്ഠൻ തൻ്റെ വാളുകൊണ്ട് അവരെയെല്ലാം വെട്ടിക്കൊല്ലുന്നത്. എന്നിട്ട് ആ ബ്രാഹ്മണനെയും തൻ്റെ ഭാര്യയെയും നഗരാതിർത്തി കടത്തിവിട്ട ശേഷം യാത്ര പറഞ്ഞ് തന്നെ എന്നേക്കുമായി വിട്ടുപോകുന്ന പ്രിയതമയെ തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ ആ വണിക് ശ്രേഷ്ഠൻ നാട്ടിലേക്ക് തിരിച്ച് നടന്നു. അപ്പോൾ പുറകിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ പൂഴ്ത്തിക്കൊണ്ട് ബ്രാഹ്മണൻ്റെ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഭാര്യ മാത്രമേ ഉള്ളൂ, ബ്രാഹ്മണനില്ല. ഇതെന്തൊരാശ്ചര്യം എന്ന് വിചാരിച്ച് അദ്ദേഹം അമ്പരന്ന് നിൽക്കവേ ആകാശത്ത് പാർവതീസമേതനും വൃഷഭാരൂഢനുമായ ഈ ഭൂതഗണങ്ങളാലും ദേവന്മാരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഉജ്ജ്വല തേജസ്സോടെ മഹേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. മുനിമാർ കാക്ഷിക്കുന്ന മുക്തിപദത്തെ ഭഗവാൻ ആ ഭക്ത ദമ്പതിമാർക്ക് പ്രദാനം ചെയ്തു. കൊല്ലപ്പെട്ട അയാളുടെ ബന്ധുക്കൾക്ക് ജീവനും തിരിച്ചു കൊടുത്തു. അപ്പോൾ ഭക്തി ഒന്നുകൊണ്ട് മാത്രം മഹേശ്വരനെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്നാണ് ഈ ജീവചരിത്രം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഭക്തിക്കുള്ള മഹനീയമായ സ്ഥാനമാണ് ഈർപ്പകൈ നായനാരുടെ കഥയിലൂടെ ചേക്കിഴാർ വിവരിക്കുന്നത്. അപ്പോൾ ജ്ഞാനമാർഗവും അതേപോലെ തന്നെ കർമ്മമാർഗവും വളരെ ക്ലിഷ്ടമാണ്. ജ്ഞാനമാർഗം അത്യന്തം ക്ലിഷ്ടമാണ്. കാരണം ജ്ഞാനം നേടുക എന്നുള്ളത് അസിധാരാവൃതമാണ്. അനേകം വർഷങ്ങളോളം കൊടും തപം ചെയ്ത് ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ഈ ജ്ഞാനിക്ക് മുക്തി നേടാൻ. അതുപോലെ കർമ്മമാർഗവും അതിനേക്കാൾ ദുർഘടമാണ്.
ഈ ജ്ഞാനമാർഗത്തേക്കാൾ കർമ്മമാർഗത്തേക്കാൾ വളരെ എളുപ്പത്തിൽ ഭക്തി കൊണ്ട് തന്നെ ഒരാൾക്ക് പെട്ടെന്ന് ശിവ കടാക്ഷം ലഭിക്കും. ഭക്തി ശിവനോട് തന്നെ വേണമെന്നില്ല, ശിവഭക്തന്മാരോട് മതി. ശിവഭക്തൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സജ്ജനങ്ങൾ, അതായത് ധർമ്മമാർഗത്തിലൂടെ ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ആരോ അവരെല്ലാം ശിവമാർഗികളാണ്, ശിവഭക്തന്മാരാണ്. അപ്പോൾ ശിവഭക്തൻ എന്ന് പറയുമ്പോൾ അത് കേവലം അതിൻ്റെ വാക്യമായ അർത്ഥമല്ല നാം കരുതേണ്ടത്. ശിവഭക്തി എന്ന് പറയുന്നത് ശിവമാർഗത്തിലൂടെ ചരിക്കുന്ന അവസ്ഥയാണ്. ശിവമാർഗം എന്ന് വെച്ചാൽ സ്നേഹമാർഗമാണ്. സ്നേഹമാർഗം ശിവൻ അൻപേ ശിവം നാം എപ്പോഴും കാണുന്നതാണ്. സ്നേഹത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ, ഈശ്വര സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ എല്ലാം ഈശ്വരനായി കണ്ട് എല്ലാത്തിനെയും സ്നേഹിക്കുന്ന, അഖിലവും ശിവനാണ് എന്ന് കരുതി, എല്ലാം ബ്രഹ്മമയം എന്ന് കരുതി എല്ലാത്തിനെയും ശിവമയമായി കണ്ട് ആ സ്നേഹത്തിൻ്റെ മഹിമ പാടിക്കൊണ്ട് ആ സ്നേഹത്തിനു വേണ്ടി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ശിവമാർഗിയാണ്. അപ്പോൾ മഹാസ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ ആരാണോ ചരിക്കുന്നത് അവരെല്ലാം ശിവമാർഗികളാണ്, ശിവയോഗികളാണ്, ശിവഭക്തന്മാരാണ്. ഈ ശിവഭക്തന്മാരെ സഹായിക്കുന്നവരും ഈ ശിവഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തിച്ചേരും. അപ്പോൾ നിഷ്കാമമായി തന്നെ ഒരു ശിവഭക്തനെ, ശിവമാർഗത്തിലൂടെ ചരിക്കുന്നവനെ സഹായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശിവൻ്റെ കടാക്ഷം ലഭിക്കുക തന്നെ ചെയ്യും. അതിലൂടെ ശിവൻ അയാൾക്ക് മുക്തി നൽകുകയും ചെയ്യും. ഇതാണ് ഈയപ്പക നയനാരുടെ കഥയിലൂടെ ചേക്കിഴാർ വിവരിക്കുന്നത്. ചേക്കിഴാരുടെ ഈർപ്പക നയനാർ സത്യത്തിൽ ശിവഭക്തനായതുകൊണ്ട് അതിനുള്ള അർഹത, അയാൾ വൈശ്യകുലത്തിലാണ് ജനിച്ചത്. എന്നിട്ടും അയാളുടെ മഹാശിവഭക്തി ഒന്നുകൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് അയാൾക്ക് മോക്ഷം നൽകാൻ ശിവൻ പ്രേരിതനായി. ബാധ്യത ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ശിവൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെയുള്ളവർക്ക് മോക്ഷം നൽകേണ്ടത് ശിവൻ്റെ കടമ കൂടിയാണ്. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള അജ്ഞാനിയായ ഒരു വ്യക്തിക്ക് ഭക്തി കൊണ്ട് മാത്രം, ശിവഭക്തി കൊണ്ട് മാത്രം, ശിവസേവ കൊണ്ട് മാത്രം മുക്തി നേടാൻ കഴിയും. അപ്പോൾ ശിവഭക്തന്മാരും ശിവൻ തന്നെയാണ്. അപ്പോൾ ശിവനെ സംബന്ധിച്ചിടത്തോളം ശിവന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ശിവൻ്റെ ഭക്തന്മാർ. അവരെ ഒരിക്കലും കൈവിടില്ല ശിവൻ. ഇതാണ് ശിവഭക്തി കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു ശിവഭക്തൻ എത്ര ദുഃഖത്തിൽ ആണ്ടുകിടന്നാലും ആ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാൻ ശിവൻ പ്രത്യക്ഷത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ ചേക്കിഴാർ പറയുന്നത്. ശിവഭക്തന്മാർ തന്നെ ശിവനാണ്. അതാണ് ശിവോഹം എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നവരാണ് ഒരു ശിവഭക്തനും. അപ്പം ശിവഭക്തനും ശിവനും ഒന്ന് തന്നെ. അതുകൊണ്ട് ശിവന് ചെയ്യുന്ന സേവ ശിവഭക്തന് ചെയ്യുന്ന സേവയാണ്, ശിവഭക്തന് ചെയ്യുന്ന സേവ ശിവന് ചെയ്യുന്ന സേവയാണ്. ഈ കഥയാണ് ഇതിൻ്റെ പൊരുളായിട്ട് ഇവിടെ ചേക്കിഴാർ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശിവഭക്തി കൊണ്ട് തന്നെ ഒരാൾക്ക് ജീവിതത്തിൽ മോക്ഷം നേടാൻ കഴിയും, ശിവലോകത്ത് എത്തിച്ചേരാൻ കഴിയും എന്നാണ് പറയുന്നത്. ശിവഭക്തി എന്നുള്ളത് ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയെയാണ് ശിവഭക്തി എന്ന് പറയുന്നത്. പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം സാധന ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ശിവസ്നേഹം നിറയും. അതാണ് പ്രത്യേകത. എന്തിനാണ് ഈ പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിക്കുന്നത്? അങ്ങനെ ജപിക്കുമ്പോൾ ഓരോ ജപസാധനയിലൂടെയും അയാളുടെ ഹൃദയത്തിൽ ശിവഭക്തി നിറഞ്ഞു വരും. ഈ ശിവഭക്തി അയാളെ ശിവസ്നേഹത്തിലേക്ക് നയിക്കും. അപ്പോൾ അയാൾക്ക് അൻപേ ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണ തലത്തിൽ മനസ്സിലായി അതിൽ ലയിച്ചു ചേരുകയും ചെയ്യും. താനും ശിവനും സ്നേഹവും ഒന്ന് തന്നെയാണ് എന്ന് ആ വ്യക്തി, ശിവഭക്തനായ വ്യക്തി മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് ഈ കഥയിലൂടെ നമ്മെ ചേക്കിഴാർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ
പാഠം. അപ്പോൾ ശിവസ്നേഹം തന്നെയാണ് ശിവഭക്തി, ശിവഭക്തി തന്നെയാണ് ശിവപൂജ, ശിവപൂജ കൊണ്ട് തന്നെ ഒരാൾക്ക് സായുജ്യമുക്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഓം ശിവായ തിരുമൂലദേവായ നമഃ.